ഗൗതം അനന്തനാരായണിലേക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട്. ഗൗതം നേരത്തെ സൂചിപ്പിച്ചതാണ് PDP പോലുള്ള കക്ഷികളുമായി സഹകരിച്ച് BJP അവിടെ ഭരണം നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന PDP ആയാലും അതേപോലെ തന്നെ നാഷണൽ കോൺഫറൻസ് ഒക്കെ ആയാലും BJPയുമായി സഖ്യം ചേരുന്നതിന് മറ്റ് രാഷ്ട്രീയ തടസ്സങ്ങളൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു നിയമസഭ വന്നാൽ പോലും ഈ പുതിയ സഖ്യങ്ങളെ കണ്ടെടുത്തുകൊണ്ട് BJPക്ക് വേണമെങ്കിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി നാളെ രൂപപ്പെടാൻ സാധ്യത കൂടുതലല്ലേ ഗൗതം അനന്തനാരായണൻ? വിനോദ്, BJP ക്യാമ്പ് അത് തന്നെയാണ് വിശദീകരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ രൂപീകരിക്കുവാൻ ജനാധിപത്യ സ്വഭാവമുള്ള ഏതു പാർട്ടിയുമായി സഹകരിക്കുമെന്ന് BJP ജമ്മു കാശ്മീരിൽ മാത്രമല്ല BJPയുടെ ഒരു പൊതു നയം തന്നെ അതാണ്. പക്ഷേ BJP മുന്നോട്ട് വയ്ക്കുന്ന ദേശീയത, അതോടൊപ്പം തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം, ഇതുമായൊക്കെ തന്നെ ഈ വരുന്ന കക്ഷികൾ ചേർന്ന് നിൽക്കണം, അതിനെ തള്ളാൻ പാടില്ല എന്ന നിലപാട് മാത്രമേ BJPക്ക് ഉള്ളൂ. അതിനാൽ വിനോദ സൂചിപ്പിച്ചതുപോലെ നാളെ ഒരുപക്ഷെ നാം എല്ലാം കരുതുന്നത് പോലെ ഒരു തൂക്ക് മന്ത്രിസഭയ്ക്കാണ് കളമൊരുങ്ങുന്നതെങ്കിൽ, കാരണം നിലവിലെ എക്സിറ്റ് പോളുകളും അതോടൊപ്പം തന്നെ ദേശീയ മാധ്യമങ്ങളുടെ ഉൾപ്പെടെ പഠനവുമെല്ലാം വിശദീകരിക്കുന്നത് ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ജമ്മു കാശ്മീരിൽ കേവല ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിലും കിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2014 2008 നടന്ന തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോഴും ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു തനിയാവർത്തനമാകും നാളെ പുറത്തു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്നത് തന്നെയാണ് എക്സിറ്റ് പോളുകളും അതോടൊപ്പം തന്നെ മറ്റ് സർവേകളും എല്ലാം വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു സഭയിലെ ഏറ്റവും നിർണായക കക്ഷിയായി BJP മാറുകയാണെങ്കിൽ തീർച്ചയായും സഖ്യത്തിന് വേണ്ടിയുള്ള വാതിലുകൾ BJPക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ് എന്ന് തന്നെ വേണം വിശദീകരിക്കാൻ.